ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ലൈഫ് അൺഫിൽറ്റേഡ്. എൻ്റെ പേര് ആശംസ് എന്നാണ്. ഞാനിന്നൊരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം കുറേ സെഗ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് കുറേ വീഡിയോസ്, കുറേ ടോപ്പിക്സുകളിൽ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ ഒരു ഗായകനെയാണ് ഇന്ന് ഗസ്റ്റായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. ഈ ഗായകനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗായകനാണ്. കാരണം എൻ്റെ കല്യാണം 2020 അപ്പം അന്ന് ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഇവിടെ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ നാട്ടിൽ ലീവിന് വന്ന്, തൃശ്ശൂരാണ് വീട്, തൃശ്ശൂരിൽ നിന്ന് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഇടുക്കി വരെ വന്ന് അതിൻ്റെ റിസപ്ഷൻ തുടങ്ങുന്നോടം വരെ അവസാനിക്കുന്നതോടം വരെ കണ്ടിന്യൂസ് പാട്ട് പാടി ആ പ്രോഗ്രാം അടിപൊളിയാക്കി, കല്യാണം അടിപൊളിയാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗായകനാണ്. അപ്പം സ്വാഗതം ചെയ്യുന്നു ബെഞ്ചോ. ബെഞ്ചോ, വെൽക്കം ടു ലൈഫ് അൺഫിൽറ്റഡ്. താങ്ക് യു. ആദ്യത്തെ എപ്പിസോഡാണ്. അപ്പം ഒത്തിരി പോരായ്മകൾ എൻ്റെ ഭാഗത്തുണ്ടാവും, ക്ഷമിക്കണം. എന്നാണ് വിശേഷം? നല്ല വിശേഷം. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് കുറേ നാളായിട്ടിരിക്കുന്നു. അപ്പം അങ്ങനെ തുടങ്ങുവാണ് ഇപ്പോൾ ഒന്ന്. അപ്പോൾ ആദ്യമായിട്ട് ബെഞ്ചനെ വിളിക്കാമെന്ന് വെച്ചു. ആദ്യമായിട്ട് എന്നെ വിളിച്ചാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പം കുറച്ച് പാട്ടുകളൊക്കെ പാടിത്തരണം. അതെ, ഓക്കെ. കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യണം. നമുക്കൊരു കാര്യം ചെയ്യാം. ബെഞ്ചനെ പറ്റി ഒന്ന് പറയാമോ? എവിടെയാണ് നാട്ടിൽ, എന്താണ് ചെയ്യുന്നത് ഇവിടെ? ഞാൻ എൻ്റെ വീട് നാട്ടിൽ, ഞാൻ തൃശ്ശൂരിലാണ്. പിന്നെ ഇവിടെ എച്ച് ആറായിട്ട് ഞാൻ വർക്ക് ചെയ്യണ ഒരു ഫാമിലി. അങ്ങനെ പിന്നെ ചെറിയ പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പള്ളിയിൽ കുറച്ച് പാട്ട് പാടുന്നുണ്ട്. പിന്നെ പുറത്തൊക്കെ ചെറിയ ഫിലിം സോങ്സ് ഒക്കെ ആയിട്ട് പാട്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? ചെറുതായിട്ട്. ഒരു കാര്യമില്ല, ചെറുതായിട്ടൊക്കെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു പാട്ടുകൾ തന്നെ സ്റ്റാർട്ട് ചെയ്താലെങ്കിൽ ചെറിയൊരു പാട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഈ ഫസ്റ്റ് പാട്ട് മലരെ എന്നുള്ള പാട്ട് പാടണം. കാരണമുണ്ട്, അന്ന് കല്യാണത്തിന് വന്നിട്ട് ബെഞ്ചോ ആദ്യം പാടിയ പാട്ട് അതാ. അപ്പം ഓർമ്മയുണ്ട്. ആ ഒരു ഓർമ്മയിൽ നിന്ന് ആ ഫസ്റ്റ് പാട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് മലരെ എന്നുള്ള പാട്ടൊന്ന് പാടാമോ? പാടാം. പ്രേമത്തിലല്ലേ? അതെ, പാടാം. ഇന്ന് നമുക്ക് ബെഞ്ചമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കീബോർഡ് വായിക്കാൻ വേണ്ടി വന്നേക്കുന്നത് നമ്മുടെ ആൽഫ്രഡാണ്. ആൽഫ്രഡുമായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഒരു എപ്പിസോഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ആൽഫ്രഡ് സമ്മതിച്ചാൽ. അപ്പം ആൽഫ്രഡിനെ നമുക്ക് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആൽഫ്രഡേ, താങ്ക് യുടാ. സന്തോഷം. ഇത് മാത്രമല്ല, ഇനി ഞാൻ വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ. ബ്രോ, അടിപൊളിയായിരുന്നു. ഒരു കുറേ ഓർമ്മകൾ ഇപ്പം മനസ്സിൽ കടന്നുപോയി. കല്യാണം ബ്രോ സൈഡിൽ നിന്നിട്ട് ലിവിനാന്ന് കീബോർഡ് വായിച്ചത്. ലിവി സൈഡിൽ നിന്ന് കീബോർഡ് വായിക്കുന്ന അവർ സൈഡിൽ നിന്ന് പാടിയതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ഓർക്കുമായിരുന്നു. അപ്പം എനിവേ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഇന്ന് വന്നതിനല്ല, അന്ന് കല്യാണത്തിന് വന്ന് പരിപാടി അടിപൊളിയാക്കിയാണ്. ഓക്കെ, എനിക്ക് ബെഞ്ചമിനെ പറ്റി കുറേ കാര്യങ്ങൾ അറിയാം. അപ്പം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇപ്പം എങ്ങനെയാണ് ഈ മ്യൂസിക്കിൻ്റെ ഇതിലേക്ക് കടന്നു വന്നത് എന്നുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? മ്യൂസിക്കിൽ അവിചാരിതമായിട്ട് വന്നതാണ്. നമ്മൾ പാട്ട് പാടുന്നുള്ള പർപ്പസ്ഫുള്ളി അങ്ങനെ ചെറുപ്പത്തിലോട്ടൊന്നും പാട്ടൊന്നും പാടുന്നുണ്ടായിരുന്നില്ല. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി പള്ളികളിൽ അങ്ങനെ ഇടവകയിലൊക്കെ പാട്ട് പാടുമായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു പോയി. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ അവിടെ ഒരു പാട്ട് പാടാൻ ആരും ഇല്ലാണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുർബാനയ്ക്കൊക്കെ പാട്ട് പാടാനൊക്കെ പോയതാണ്. ഈവനിങ്ങിലൊക്കെ പാട്ട് പാടാൻ പോയി. അപ്പോൾ ഇങ്ങനെ ചിലവരൊക്കെ കമൻറ്റ് പറഞ്ഞു, ഇങ്ങനെ പാട്ട് പാടുമല്ലോ, കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ ഡെയിലി വായോ പാടാനൊക്കെ വരാൻ പറഞ്ഞു. അതെന്ന് പറയുന്നത് എൻ്റെ ഒരു 19ാമത്തെ വയസ്സിലാണ്. അതായത് എൻ്റെ ബികോം ഒരു ഫസ്റ്റ് ഇയർ ആ ടൈമിലാണ് ഞാനത് ഫസ്റ്റായിട്ട് പാടുന്നത്. അത്രയും നാൾ പാട്ട് എന്ന് പറഞ്ഞൊരു ഹിസ്റ്ററി എനിക്കില്ല. ചെറുതായിട്ട് പള്ളികളിലൊക്കെ പാടുന്നല്ലാതെ നമ്മളത് പ്രൊഫഷനായിട്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഒബിയസ്ലി നമ്മൾ കോളേജിൽ വന്നപ്പോൾ കോളേജിൽ ഇങ്ങനെ ആർട്സ് ഡേ വരും, പിന്നെ ഓരോ ഫെസ്റ്റിവൽസ് വരുമ്പോൾ ഓരോ പാട്ട് ചൂസ് ചെയ്ത് പാടി അങ്ങനെയാണ് സ്റ്റാർട്ടിങ് ഓടിക്കുന്നത്. പിന്നെ പാട്ടിൽ ഫസ്റ്റ് അമ്മയ്ക്കാണ് ശരിക്കും ഒരു നമുക്ക് ഒരു പാട്ട് പാടാനൊക്കെ ഉള്ളൊരു എന്താ പറയുക പ്രചോദനം തന്നിട്ടുള്ളത്. അമ്മ, ചേച്ചി, അങ്ങനെയൊക്കെ. പിന്നെ ഒരു ഫിലിം സോങ്സിൻ്റെ ഇതിൽ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ആ സമയത്ത്. അവരാണ് ഒട്ടും ഞാൻ പാടിയില്ലെങ്കിലും ഓരോ പരിപാടിക്ക് എൻ്റെ പാടാൻ വിടും. അപ്പോൾ അങ്ങനെ ഓരോ പാട്ട് അങ്ങനെ ചൂസ് ചെയ്ത് അങ്ങനെ പാടിക്കിട്ടാണ് ഫിലിം സോങ്സിലേക്ക് വന്നത്. പിന്നെ ഞാൻ കുറച്ച് നാൾ പാട്ട് പഠിക്കാനൊക്കെ പോയിരുന്നു. വളരെ കുറച്ച് നാൾ. എത്രാമത്തെ വയസ്സിലാണ് പാട്ട് പഠിക്കാൻ വേണ്ടി പോയി തുടങ്ങിയത്? ഞാൻ 22ാമത്തെ വയസ്സിലാണ് പാട്ട് പഠിക്കുക. 22ാമത്തെ വയസ്സിലാണ് പാട്ട് പഠിക്കുന്നത്? അതെ, ഞാൻ അമ്മല ആൻ്റണി എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ അടുത്ത്, തൃശ്ശൂർ ചേതനയിലേക്കുള്ള ചേട്ടൻ്റെ അടുത്താണ് പാട്ട് പഠിക്കാൻ പോയത്. എത്ര നാൾ പഠിച്ചു? വളരെ കുറച്ച് ആൾ, 6 മാസമൊക്കെ പഠിക്കാൻ പോകില്ല. അപ്പോഴേക്കും ഞാൻ ഇവിടെ ദുബായിൽ വന്നു. ഏറ്റവും നമ്മളെ
പ്രചോദനം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. ആ സമയത്ത് ഒരു ടിൻഡോ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജിൻസൺ, അവരെയൊക്കെ, പിന്നെ ഒരു രാഗി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അന്ന് അവർ ചൂസ് ചെയ്തെന്ന് പാടി ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, അന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ടിരുന്നൊരു പാട്ട് ഒന്ന് പാടാവോ നമുക്ക്? അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഞാൻ ബികോം തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ആണ് മറ്റേ സിക്കാർ, മറ്റേ മോഹൻലാലിൻ്റെ അതിൽ പിന്നെ എന്നോടൊന്നും പറയാതെ എന്ന് പറഞ്ഞ പാട്ട് ഞാനാണ് പാടിയിരുന്നത്. അന്ന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരുന്നു. ഞാൻ ചാലക്കുടി നിർമ്മല കോളേജിലാണ് പഠിച്ചിരുന്നത് 2011. അന്ന് എനിക്ക് അതിൽ സെക്കൻഡ് പ്രൈസൊക്കെ കിട്ടിയിരുന്നു. അതൊക്കെ നല്ലൊരു ഓർമ്മയായിരുന്നു. അപ്പോൾ ഈ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ പാട്ട്? അതെ, ഒബിയസ്ലി കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ അത് ഡെഡിക്കേറ്റ് ചെയ്യും. കാരണം വെച്ചാൽ അവർ കാരണമാണ് ഞാൻ ഫിലിം സോങ്സിലേക്കൊക്കെ വന്നത്. അവരാണ് എനിക്കിങ്ങനെ ചൂസ് ചെയ്തത്. പിന്നെ ടിൻഡോ എന്ന് പറഞ്ഞ ഫ്രണ്ടായിരുന്നു അന്ന്. നമ്മൾ ഇത് പാട്ട് പാടുമ്പോഴും ആ പാട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പാടണം, ഇങ്ങനെ പാടണം എന്നൊക്കെ എന്നെ ഒരുപാട് എന്താ പറയുക, നമുക്ക് ഒരു അഡ്വൈസൊക്കെ തന്ന പുള്ളി. അപ്പോൾ ആ പുള്ളിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക പാട്ട്. ടിൻഡോയ്ക്ക് വേണ്ടിയിട്ട് വെഞ്ചപ്പൻ ഡെഡിക്കേറ്റ് ചെയ്ത ഒരു പാട്ട്. താങ്ക് യു. ഞാൻ ഇപ്പോൾ പാടാം. തിരിതാഴും സന്ധ്യാസൂര്യൻ നിഴൽ മഞ്ഞിൽ നീങ്ങും പോലെ ഒരു പാവം പൂമുട്ടായി നീ ചേർന്നുറങ്ങോ. കരയാതെ കണ്ണീർ മുത്തേ കണ്ണിറയെ കണ്ടോട്ടെ നീ കവിളത്തെ അമ്മച്ചിവിടിൽ പാൽ മധുരം. നാക്കുമ്പിൽ നാദം പോലെ നാക്കില വേലന്നം പോലെ നിനക്കിന്നുവിൻ പുണ്യം വിളമ്പി വയ്ക്കാം. നിന്നെ നിലാവ് കൊണ്ടു നീരാട്ടാം. പിന്നെ 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 എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നെങ്ങോ പോയി. പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നെങ്ങോ പോയി. കടലാഴങ്ങളിൽ ഒരു തൂവലുമായി അകലെ നിൽപ്പൂ ജലമൗനം. അടിപൊളിയായിരുന്നു. ടിൻഡോയ്ക്ക് സന്തോഷമായിട്ടുണ്ടോ അപ്പോൾ? ഒത്തിരി നാൾ കൂടി പാട്ട് ബെഞ്ചമിൻ്റെ വായിന്ന് കേൾക്കുമ്പോൾ. ഓക്കെ, അപ്പം കോളേജ് കഴിഞ്ഞു, അവിടുന്ന് ദുബായിക്ക് വന്നു. എന്നിട്ട് കോളേജ് കഴിഞ്ഞാൽ കുറച്ച് നാൾ അവിടെ വർക്ക് ചെയ്തിരുന്നു. നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായി. വർക്ക് ചെയ്ത സമയത്തൊക്കെയാണ് മറ്റേ പ്രേമ സിനിമയ്ക്ക് ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്ത് മലരേ എന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ. മാസ്റ്റർ പീസായിട്ട് എല്ലായിടത്തും പോയി പാടുന്നത് മലരേ എന്ന് പറഞ്ഞ പാട്ടായിരുന്നു. ബെഞ്ചമിൻ്റെ സൗണ്ട് ആക്ച്വലി ആ ഒരു വിജയ് യേശുദാസിൻ്റെ സൗണ്ടുമായിട്ടൊരു, എനിക്ക് ഏറ്റവും പാടാൻ അവരുടെ പാട്ടുകളാണ് കംഫർട്ടായിട്ടുള്ളത്. യേശുദാസിൻ്റെയൊക്കെ പാട്ടുകൾ പാടാനായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടും ഞാൻ ചൂസ് ചെയ്യാറ് അങ്ങനത്തെ പാട്ടുകളാണ്. അതെ. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, പിന്നെ ചേച്ചി, എൻ്റെ വൈഫ്, പിന്നെ എൻ്റെ കൊച്ച്. ഒരു കൊച്ച്? അതെ അതെ. ഈ സംഗീത ജീവിതത്തിൽ നമുക്ക് കുറേ ആൾക്കാർ ഇൻസ്പയർ ആയി, ഇപ്പം പറഞ്ഞു കൂട്ടുകാർ ഇൻസ്പയർ ആയെന്ന് പറഞ്ഞു, അതേപോലെ ഏതെങ്കിലും മ്യൂസീഷ്യൻസ് അങ്ങനെ ഇൻസ്പയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടോ? അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജെറിൻ. പുള്ളി ഇങ്ങനെ വിജയ് യേശുദാസിൻ്റെ ഒക്കെ പാട്ടുകൾ എനിക്ക് ചൂസ് ചെയ്ത് തരും. അപ്പോൾ അവനങ്ങനെ പറയാറ്, നിനക്ക് അത് പാടി കഴിഞ്ഞാൽ നല്ല ആപ്റ്റായിരിക്കും. അന്നും അവൻ എൻ്റെ കൂടെ നിന്നൊക്കെ പഠിപ്പിച്ചു തരുമോ പാട്ട്. അപ്പം അങ്ങനെ അവൻ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ നിന്ന് വന്ന് 2 ഡേയ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പിന് പുള്ളി വന്നതാണ്. എന്നിട്ട് ആ പാട്ട് അവൻ എന്നെ പഠിപ്പിച്ചൊക്കെ തന്ന് അങ്ങനെ പാടിയതാണ് ഈ അകലയോ നീ അകലയോ വിടതരാതെന്തേ പോയി നീ, അകലയോ നീ അകലയോ വിടതരാതെന്തേ പോയി നീ. ഈ പാട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി മുഴുവനായിട്ടൊന്ന് പാടിയാലോ? അത് പാടാം, കുഴപ്പമില്ല. ഓക്കെ. എത്രയോ ജന്മമായി നിൻമുഖമിതു തേടി ഞാൻ, എൻ്റെയായി തീർന്ന നാൾ നാം തങ്ങളിലൊന്നായി. എന്നുമെൻ കൂടെയായി എൻ നിഴലതുപോലെ നീ നീങ്ങവേ നേടി ഞാൻ
സായുജ്യം സഖി നിൻമൊഴിയൊരു വരി പാടി പ്രണയിതഗാനം. ഇനി എന്തിനു വേറൊരു മഴയുടെ സംഗീതം. അഴകേ വാ അരികെ വാ മലരേ വാ തിരികെ വാ. അഴകേ വാ അരികെ വാ മലരേ വാ തിരികെ വാ. ഈ അകലയോ നീ അകലയോ എന്ന് പറഞ്ഞ പാട്ട് ഞാനൊരു യൂത്തിൻ്റെ പ്രോഗ്രാമിന് പാടിയതാണ്. അപ്പോൾ ആ പരിപാടി കണ്ടിട്ട് ഒരു ജോജോ ജോണി എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. പുള്ളി ഒരു മ്യൂസീഷ്യനാണ്. ഇപ്പോൾ ആൾ ഒരു ഡയറക്ടർ, ഒരു ഫിലിം മേഖലയ്ക്കൊക്കെ ഡയറക്ഷന് വേണ്ടി കടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആഡ്സ് ഒക്കെ ആൾ ചെയ്തിട്ടുണ്ട്. പുള്ളി ശാലോം ടി വിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, കുറേ പ്രോഗ്രാം ഡയറക്ടറൊക്കെ ആയിട്ട്. ആൾ മ്യൂസീഷ്യനും കൂടിയാണ്. പുള്ളിയാണ് അന്ന് ഞാൻ ഈ പാട്ട് പാടിയിട്ട് സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് വരികയും പിന്നെ പാട്ട് നന്നായിരുന്നു, ഒരു പ്രാവശ്യം നീ വരണം സ്റ്റുഡിയോയിലേക്ക് പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിയാണ് എനിക്ക് ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പാട്ട് പാടാനുള്ളൊരു റെക്കോർഡിങ് സ്റ്റുഡിയോ ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പുള്ളിയുടെ കൂടെ പോയിട്ടാണ്. അപ്പോൾ പുള്ളി എനിക്ക് ഭയങ്കരമായിട്ട് പ്രചോദനമായിരുന്നു. പുള്ളി കറക്റ്റ് ചെയ്തു തരുമായിരുന്നു, പാട്ട് ഇങ്ങനെ പാടണം അങ്ങനെ പാടണം. അങ്ങനെ പുള്ളി കുറേ അവസരങ്ങൾ, ഇപ്പോൾ ഡിവോഷണലായിട്ടുള്ള കുറേ ചർച്ചകളിലുള്ള പ്രോഗ്രാമിലൊക്കെ പുള്ളി ഒരുപാട് ഒരു കണക്കില്ല, അത്രയും മാത്രം പുള്ളിയുടെ കൂടെ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. ലൈഫിലായാലും പുള്ളി ഒരുപാട് ഇതിൽ നമുക്ക് സഹായിച്ചിട്ടുണ്ട് പുള്ളി. അപ്പോൾ പുള്ളി ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ് എൻ്റെ ലൈഫിൽ. അടുത്ത പാട്ടിനി ആൾക്ക് വേണ്ടി ആയിക്കോട്ടെ. ആൾക്ക് വേണ്ടി പാടാം എന്തായാലും. മായക്കൂടാരത്തിൽ മാടപ്രാവേ നിന്റെ മൂളിപ്പാട്ടിൻ സ്വരം മെല്ലെ കേൾക്കുന്നു ഞാൻ. മായക്കൂടാരത്തിൽ മാടപ്രാവേ നിന്റെ മൂളിപ്പാട്ടിൻ സ്വരം മെല്ലെ കേൾക്കുന്നു ഞാൻ. മാറോടു ചേരാം ചാരേ പറന്നിറങ്ങാം നെഞ്ചിലെ മെഴുനീരിൻ തുള്ളികൾ മെഴിത്തൂവലാലേ കവർന്നെടുക്കാം. ആരാരിരം താരാട്ടിനാ ആനന്ദമായി ചേർന്നാടിടാം. ദൂരെയൊരു താരം താഴെയൊരു തീരം ദൂതിലൊരു കാണാ കാട്ടുകളഹംസം. ചില്ലുവെയിലായാലും രാത്രി മഴയായാലും നിന്റെ കിളിവാതിൽക്കൽ വന്നു വിളിക്കാമെൻ്റെ മുത്തേ. ഏകാന്തമാ ഈ സന്ധ്യയിൽ പ്രേമാർദ്രമാ ഈ വേളയിൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനിയും കാണുന്നോടം വരെ ബൈ ബൈ.